ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 2015 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മംഗ ബാസ്റ്റഡ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചിട്ടാണ് നമ്മളുടെ കഥ തുടങ്ങുന്നത്. നാട്ടിൽ ഇപ്പൊ കുറച്ചായിട്ട് കുറെ ആളുകൾ മിസ്സിംഗ് ആവുന്നുണ്ടെന്നും ഇതിന്റെ പിന്നിൽ ഇനി വല്ല ഓർഗൻ ട്രാഫിക്കിംഗ് മാഫിയ ആണോ എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഓടുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആർട്ടിക്കിളുകളും കുറെ ഓൺലൈൻ കോൺവെർസേഷൻസും കാണിക്കുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന മിസ്സിംഗിന് പിന്നിൽ ഓർഗൻ ട്രാഫിക്കിംഗ് ആണ് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു? ന്യൂസ് ചാനലിലെ റിപ്പോർട്ടർ അവിടെ വന്ന ഗസ്റ്റിനോട് ചോദിക്കുന്നതായി കാണിക്കുന്നുണ്ട്. നോക്കൂ, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് പണമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അവൾ ഈസി ടാർഗറ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് നോക്കുക. പക്ഷെ കഴിഞ്ഞ 2-3 മിസ്സിംഗ് കേസുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കോമൺ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ അവര് മുതിർന്നവരും സ്ത്രീകളുമാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് TV ഓഫ് ആക്കിയിട്ട് ഇവനും ടീച്ചർ പറയും, മതി, ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇപ്പൊ അത്യാവശ്യം റിലാക്സേഷൻ ഒക്കെ ആയില്ലേ ജിൻ, ഇനി നമുക്ക് ബാക്കിയുള്ള ഹോംവർക്ക് ചെയ്യാം. അവനെ ഉറക്കത്തുനിന്ന് ഉണർത്തുന്ന പോലെ ആരോ വന്നിട്ട് തലയിൽ ഒരു കൊട്ടും കൊടുക്കുന്നുണ്ട്. അത് വേറെ ആരും അല്ലായിരുന്നു, നമ്മളുടെ ജിന്നിന്റെ അച്ഛനാണ്. വേഗം നോക്ക്, പഠിക്ക്, ശ്രദ്ധിച്ചിരുന്ന് പഠിക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവന്റെ അടുത്ത്. കോട്ടും സൂട്ടും ഒരു പാക്ക് ചെയ്ത ലഗേജ് ഒക്കെ കണ്ടിട്ട് ടീച്ചർ ചോദിക്കുന്നുണ്ട് ജിന്നിന്റെ അച്ഛന്റെ അടുത്ത്, എവിടേക്കാ സർ പോകുന്നേ? ഞാൻ ഫിലിപ്പൈൻസ് വരെ ഒന്ന് പോവുക, ചെറിയൊരു ബിസിനസ് ട്രിപ്പ്. എന്തായാലും ജിന്നിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. സർ, അതൊന്നും പ്രശ്നമല്ല. പിന്നെ ജിന്ന് നല്ല സ്റ്റുഡന്റാ, അവൻ എല്ലാ വർക്കും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അവന്റെ ടീച്ചർ ഒരു അഷ്വറൻസ് പോലെ അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്. ഓക്കെ, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ഇവൻ ഇനി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാൽ എന്നോട് പറയാൻ മറക്കണ്ട. ഇതും പറഞ്ഞിട്ട് ജിന്നിന്റെ അച്ഛനെ അവിടുന്ന് രണ്ടുപേരും യാത്രയാക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ, നമുക്ക് ബാക്കി പഠിച്ചാലോ? അവന്റെ ടീച്ചർ അവനോട് ചോദിച്ചു. അങ്ങനെ കുറച്ചു നേരം അവര് പഠിത്തും ഹോംവർക്കും ഒക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോവാണ്. അതിനുശേഷം നമ്മളെ ടീച്ചർ പതിയെ ഓരോ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് തുടങ്ങുകയാണ്. നിന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് ട്രിപ്പ് പോകുന്നുണ്ടല്ലോ? ഇടയ്ക്ക് പോവാറുണ്ട്, കുറച്ച് ബിസിനസ് ഒക്കെ ആയിട്ട് ബിസിയാണ്. അവന് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ മറുപടി കൊടുത്തു. ഈ വീടൊക്കെ നല്ല വലുതാണല്ലോ, അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. നിന്റെ അമ്മ 15 വർഷം മുമ്പ് മരിച്ചു പോയിട്ടുണ്ടല്ലേ? എന്റെ അച്ഛന് ഏകദേശം എത്ര വയസ്സുണ്ടാവും? ടീച്ചർ ഇങ്ങനെ ഓരോ ഡൗട്ടുകൾ ചോദിക്കാൻ തുടങ്ങി. സംഭവം എന്താ വെച്ചാൽ ടീച്ചർക്ക് ഇവന്റെ അച്ഛനെ ഒന്ന് ട്യൂൺ ചെയ്യണം. ജിന്നിന് ഇത് എവിടെയാ പോകുന്നതെന്നൊക്കെ മനസ്സിലായി. ഇവൻ ഇതൊക്കെ കുറെ പ്രാവശ്യം കേട്ടതാ. ഇതൊക്കെ എവിടേക്കാ പോകുന്നതെന്ന് മനസ്സിലാക്കി അവൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ടീച്ചർക്ക് ജനുവരി 16, ഏപ്രിൽ 25, ഡിസംബർ 8 ഇതിനൊക്കെ എന്താ നടന്നതെന്നറിയോ? ഇവൻ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് ടീച്ചർ അവനെ നോക്കുന്നുണ്ട്. ഞാനൊന്ന് ബാത്റൂം പോയി വരാം. ഇതും പറഞ്ഞ് ജിന്ന് അവിടുന്ന് എണീച്ച് പോകുന്നുണ്ട്. ശരി, വേഗം പോയിട്ട് വാ, നമുക്ക് ഇനിയും കുറെ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്, ടീച്ചർ അവനോട് പറഞ്ഞു. അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെയാണെങ്കിലോ ഒരു പെയിന്റിങ്ങും. ആര് കയറി ചെന്നാലും ഡൗട്ട് അടിക്കാത്ത ഒരു സാധാരണ പെയിന്റിങ്. അവൻ ആ പെയിന്റിങ് പതിയെ ഇളക്കുന്നുണ്ട് സൈഡിലോട്ട്. അപ്പൊ അതാ ഒരു സീക്രട്ട് സ്പേസ് റിവീൽ ആവുന്നുണ്ട്. ആ സീക്രട്ട് സ്പേസിലാണെങ്കിലോ ഒരു ഹാമർ, ഒരു ചുറ്റിക, ആരെ വേണമെങ്കിലും തലക്കടിച്ചു കൊല്ലാൻ പറ്റുന്ന തരത്തിൽ വലിപ്പമുള്ള ഒരു ചുറ്റിക. അവൻ അത് പതിയെ പുറത്തെടുത്തിട്ട് അതിന്റെ തലഭാഗത്ത് 2 തട്ട് കൊടുത്തിട്ട് അതിന് മതിയായ ബലമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ജനുവരി 16, ഏപ്രിൽ 25, ഡിസംബർ 8 ഈ ദിവസങ്ങൾ എന്താണെന്നറിയോ? ഈ ദിവസങ്ങളിലാണ് എന്റെ അച്ഛൻ ബിസിനസ് ട്രിപ്പ് പോയത്. ഈ ദിവസങ്ങളിലാണ് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊലപാതകം നടന്നത്. ഈ ഒരു ഡയലോഗിന് ശേഷം രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ആരോ കൈ അവിടെ കാണിക്കുന്നുണ്ട്. നേരെ അപ്പുറത്ത് ചോരയിൽ കുളിച്ചിരിക്കുന്ന ഒരു ഹാമറുമായിട്ട് ഇരിക്കുന്ന ഇവനെയും കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുമ്പോൾ ആ ഹാമറൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരികെ വെക്കുന്ന സീനാണ് കാണിക്കുന്നത്. ആ ഹാമർ വെച്ചതിന് ശേഷം തിരികെ ആ ഫോട്ടോയും അവിടെ വെക്കുന്നുണ്ട്. അവസാനം അത് തുടച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലാത്ത പോലെ ആക്കി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ തന്നെ അവനെ ആരോ ഏതോ ബിൽഡിങ്ങിന്റെ മേലിൽ നിന്ന് താഴോട്ട് ഇടുന്ന ഷോട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ ഞെട്ടി ഉണരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇതൊരു സ്വപ്നമാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെയും ആ സെയിം ഡ്രീം. ഞാൻ എന്തുകൊണ്ടാണ് ഈ സെയിം ഡ്രീം എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അവൻ മനസ്സിൽ വിചാരിച്ചു. ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം ജിന്ന് സ്കൂളിൽ പോകുന്ന ഒരു സീനാണ് അടുത്തതായി കാണിക്കുന്നത്. അങ്ങനെ നടന്നു പോകുന്ന ഇടയ്ക്കാണ് സീക്കിംഗ് എ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം അവന് കാണുന്നത്. അവൻ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ തിരിഞ്ഞു നോക്കിയതിനു ശേഷം ആ പേപ്പർ വലിച്ചെടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. അടുത്തതായിട്ട് ജിന്ന് സ്കൂളിൽ എത്തിയിട്ടുള്ള സീൻസ് ആണ് കാണിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ എമ്പാടും ഈ കോൺവെർസേഷൻസ് തന്നെ. ഗേൾസിനെ കാണാതാവുന്നുണ്ട്, ഗേൾസ് ആരും ഒറ്റക്ക് നടന്നു പോവരുത്, എപ്പോഴും കൂട്ടത്തിൽ വേണം പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കുന്നത്. ഇവിടെ അങ്ങനെ 2 ഗേൾസ് ഇതും പറഞ്ഞ് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ ഒരു വേറെ ഫ്രണ്ട് വന്നിട്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇവിടെ കുറെ ഗേൾസ് ഉണ്ട്, നിങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ വളരെ ചുരുക്കം ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഒരുത്തൻ കാണാതായ പെൺകുട്ടികളെ ഫോട്ടോ ഒക്കെ ഇന്റർനെറ്റിലുണ്ട്, ഞാൻ അവരെ കണ്ടു, നല്ല പ്രെറ്റിയാണ് ഇവരൊക്കെ കാണാനെന്ന് പറയുന്നുണ്ട്. മിക്കവാറും ആ ചെങ്ങായി ഇവരെ കൊല്ലുന്നതിന് മുമ്പ് റേപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കളിത്തമാശ പോലെ ഇവൻ പറയുന്നുണ്ട്. ബേസിക്കലി ഇവരൊക്കെ ആ സ്കൂളിലെ ഒരു ഗുണ്ട ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ്. ഇതിന് മറുപടിയായിട്ട് ഈ ഗ്രൂപ്പിലുള്ള വേറൊരു ചെക്കൻ പറയുന്നുണ്ട്, ഇല്ല
റേപ്പിന്റെ സയൻസ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ ന്യൂസിൽ വായിച്ചതെന്ന് പറയുന്നുണ്ട്. നീ എന്നെ തിരുത്താനൊന്നും വരണ്ട, ഞാൻ പറയുന്നത് എന്താണ് അതാണ് ശരി, ഞാൻ അവിടെ റേപ്പ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതന്നെ. ഇതും പറഞ്ഞിട്ട് അവനെ ഒരു ചവിട്ടങ്ങ് കൊടുക്കുന്നുണ്ട്. സംഭവം ഇവരൊക്കെ ഒരു ഗ്യാങ്ങിൽ പെട്ടതാണെന്നുണ്ടെങ്കിലും ഈ കണ്ണട വെച്ച ചെക്കൻ ഏറ്റവും ലോവസ്റ്റ് റാങ്കിലുള്ള ആളാണ്. പിന്നെ അടുത്ത സീന് കാണിക്കുന്നത് ഇവരൊക്കെ നമ്മളെ ജിന്നിനെ പാസ് ചെയ്ത് പോകുന്ന ഒരു സീനാണ്. ജിന്നിനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ലോവസ്റ്റ് റാങ്കിലുള്ള ആള് പോലും ഇവന് തലക്കൊരു അടി കൊടുത്തിട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സംഭവം നമ്മളുടെ ജിന്ന് ഒരു സീരിയൽ കില്ലർ ആണെന്നുണ്ടെങ്കിലും സ്കൂളിൽ എത്തിയാൽ അവനക്ക് സംസാരിക്കാനോ മിണ്ടാനോ ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല. അവിടെ ഉണ്ടായിരുന്ന പേടിച്ച് വരച്ച ഗേൾസ് പോലും ഇവനെ കളിയാക്കിയിട്ടാണ് അവിടുന്ന് നടന്നു പോകുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ദിവസവും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ജിന്നെയാണ്. തിരിച്ചു പോകുമ്പോഴാ പതിവില്ലാതെ അവനെ കാത്തു നിൽക്കുന്ന അച്ഛനെയാണ് അവൻ കാണുന്നത്. ഇയാളാണെങ്കിലോ ചിരിച്ചിട്ട് അവനെ അങ്ങോട്ട് നോക്കി വിളിക്കുന്നുണ്ട്. ഇയാളെ കണ്ടതും ഇവന്റെ മനസ്സിൽ കൂടെ ഒറ്റൊരു കാര്യമാണ് പോയത്, യു ഡിസ്ഗസ്റ്റ് മീന്ന്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണേ. അതുപോലെ നെക്സ്റ്റ് പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ.